ഇതാണ് സ്റ്റിക്കി ടൊഫി പുഡിംഗ്. ഇത് യുകെയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. ഇത് ഉണ്ടാക്കുന്നത് ഡേറ്റ്സ്, ഡാർക്ക് ബ്രൗൺ ഷുഗർ, എഗ്, ഫ്ലോർ, ഗോൾഡൻ സിറപ്പ്, ബട്ടർ, ടൊഫി സോസ് ഇതൊക്കെ ഒഴിച്ചിട്ടാണ്. എനിക്കിത് കഴിച്ചപ്പോൾ കൈൻഡ് ഓഫ് കേക്കിന്റെ ഒരു ടെക്സ്ചർ പോലെ തന്നെയാണ് തോന്നിയത്. പിന്നെ ഇവർ ഈ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിന്റെ മുകളിൽ ഒരു സിറപ്പ് ഒഴിക്കുന്നുണ്ട്, നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് കസ്റ്റാർഡോ ഐസ്ക്രീമോ അതുപോലെ ക്രീമൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ പുഡിങ് കഴിക്കുന്നത്. ഞാൻ ഒഴിച്ചത് കസ്റ്റാർഡാണ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് ബൈറ്റിൽ തന്നെ എനിക്ക് ഇതിൻ്റെ കൂടുതലായിട്ടും കിട്ടിയ ഫ്ലേവർ ഡേറ്റ്സിൻ്റെ തന്നെയാണ്. നല്ല തിക്കായിട്ടുള്ള ഡേറ്റ്സിൻ്റെ ഫ്ലേവറാണ് എനിക്ക് നല്ലോണം വന്നത്. പിന്നെ ചെറുതായിട്ടൊരു ടൊഫീൻ്റെ ഫ്ലേവറും എനിക്ക് കിട്ടി. പിന്നെ ഇത് കസ്റ്റാർഡും കൂടി മിക്സ് ചെയ്ത് തിന്നുമ്പോൾ ആ കസ്റ്റാർഡിൻ്റെ ഫ്ലേവറും കൂടി നമുക്ക് നല്ലോണം കിട്ടുന്നുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഇത് വാനില ഐസ്ക്രീമിൻ്റെ കൂടെ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അത് അടിപൊളിയായിരുന്നു കേട്ടോ. കസ്റ്റാർഡിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് വാനിലേൻ്റെ ഐസ്ക്രീമാണ്. അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും, ഈ ഡേറ്റ്സിൻ്റെയും ഐസ്ക്രീമിൻ്റെ ഒക്കെ ഫ്ലേവറായിട്ട്. കസ്റ്റാർഡ് എന്ന് പറയുമ്പോൾ നല്ല മിൽക്കിൻ്റെ ഫ്ലേവറാണ് വരുന്നത്. എനിക്കൊന്നും കൂടി ഇഷ്ടപ്പെട്ടത് ഐസ്ക്രീമിൻ്റെ കൂടിയാണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ അടിപൊളിയാണ്. ഇതിൽ കൂടുതൽ തെളിവൊന്നും എനിക്ക് തരാനില്ല.